ഡോക്ടർ, എനിക്ക് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈയിടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു, സബോള അരച്ച് കാലിലിട്ടാൽ വെരിക്കോസ് വെയിൻ കുറയുമെന്ന്. അത് ശരിയാണോ? ആ, ഇതുപോലുള്ള പല ഫേക്ക് ഇൻഫർമേഷൻസും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിക്കും വേരിക്കോസ് എന്ന് പറഞ്ഞാൽ വെറുതെ വെയിൻ തടിച്ച് പൊങ്ങുന്നത് മാത്രമല്ല, നമ്മുടെ കാലിൻ്റെ പ്രഷർ കൂടിയിട്ട്, അതായത് കാഫ് മസിൽസിൻ്റെ പ്രഷർ കൂടിയിട്ട് ഹാർട്ടിലേക്ക് ബ്ലഡ് റീച്ച് ചെയ്യാണ്ട് വരുന്നൊരു കണ്ടീഷനാണ് വേരിക്കോസ് വെയിൻ. അതുകൊണ്ടാണ് ഡോക്ടർ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്? വേരിക്കോസ് കൂടുതലും ജനിതകമായ കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അതായത് ജനറ്റിക് ഫാക്ടേഴ്സ്. പിന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്നവർ, ഒരുപാട് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഇത് ടീച്ചേഴ്സ്, നമ്മുടെ അമ്മമാർ, അതുപോലെ നഴ്സുമാർ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഇത് ഉണ്ടാകുന്നത്. ഡോക്ടർ, ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ആദ്യം തന്നെ ഇതിന് പറയാനുള്ളത്, ഇതൊരു കംപ്ലീറ്റ് ക്യൂർ കിട്ടുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ഇതിനൊരു കുറച്ച് ഫാക്ടേഴ്സ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആയുർവേദത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് രക്തമോക്ഷണം, പല ടൈപ്പ് ഓഫ് രക്തമോക്ഷണം ഉണ്ട്. അതായത് ബ്ലഡ് ലെറ്റിങ്, അതായത് സിരാവേദനം പോലത്തെ ട്രീറ്റ്മെൻറ്റ്, ജലൂകാവചനം, ലീച്ച് തെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ മെഡിക്കേഷൻസും എടുത്ത് ഇതിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേറെ 2 ഫാക്ടേഴ്സാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സസൈസസ് ചെയ്യുന്നത്.